കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നാണ് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് കുരിശടിയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് എത്തിയപ്പോഴേക്ക് ശാന്താന്റിയും പബിയാന്റിയും മാമിയും ഒക്കെ കൂടെ കുരിശടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഴംപൊരി മേടിക്കാനായിട്ട് ബാഗിൽ നിന്ന് കാശ് എടുത്തോടാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബാഗ് ദേ ഈ വഴിയായി. ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിടുമ്പോൾ മൊത്തത്തിലൊരു വെട്ടം വീഴും, മുഖത്തൊരു പ്രസരിപ്പാണ്. പഴംപൊരി ഇല്ലായിരുന്നു കടയിൽ, ഉള്ളിവട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനങ്ങനെ എനിക്കൊരു പാക്കറ്റ് ഗുഡ് ഡേയും അവനൊരു പാക്കറ്റ് ഓറിയോയും മേടിച്ചുകൊണ്ട് വന്നു. പാലും ചായയൊക്കെ ഞാൻ ദേ ഗ്യാസിലേക്ക് വെച്ചു. കുക്കുവിന് പാല് കൊടുക്കുന്ന ഗ്ലാസിനെ പറ്റി ചോദിച്ചിരുന്നില്ലേ, ഇതാണ് ആ ഗ്ലാസ്. അത് രണ്ടുപേർക്കുമായിട്ട് ഞാൻ മേടിച്ചതാണ്. നിലുവിനെ ഇപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കാനായിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സിപ്പ് ചെയ്യുന്ന സെക്ഷനും കൂടിയുണ്ട്. അതിൽ ഒത്തിരി വെള്ളം ഇങ്ങോട്ടേക്ക് വരില്ല. നമുക്കിപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കാൻ പഠിപ്പിച്ച് തുടങ്ങണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ജ്യൂസ് ഐറ്റംസ് ഒക്കെ സ്ട്രോയിട്ടും കൊടുക്കാം. പിന്നെ ഇത് ഇതുപോലെ പതുക്കെ വെള്ളം ഗ്ലാസ്സിൽ കുടിക്കാൻ പഠിപ്പിക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ മൊത്തത്തിൽ അവൻ കമത്തി മൂക്കിലും ദേഹത്തും ഒക്കെ ഇടും. കിച്ചണിലിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയും കുട്ടികൾക്ക് കുറച്ച് എന്തൂസിയാസം, പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് വെള്ളം കുടിക്കണം എന്നുള്ളതൊരു ബേസിക് നീഡ് ആയതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ കൊടുത്താലും കിണ്ണിയിൽ കൊടുത്താലും ഇവഞ്ച്വലി അവർ മര്യാദയ്ക്ക് കുടിക്കാൻ പഠിച്ചോളും. ചായയും പാലും ഒക്കെ ആയിട്ട് ഞങ്ങൾ സ്കൂളിലെ കുറച്ച് കൊച്ചു വർത്താനും ഒക്കെ പറഞ്ഞ് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു. ചായയിൽ ബിസ്ക്കറ്റ് മുക്കിയാൽ പെട്ടെന്ന് തീർന്നു പോകും. ചായ നമ്മളിപ്പോൾ കുറച്ചേക്കുവാണല്ലോ, അതുകൊണ്ട് അവന് കുടിക്കാൻ കൊടുത്ത പാലിൽ മുക്കി കഴിച്ചു. ഇന്നിപ്പോൾ രാത്രിത്തേക്ക് ആലന് കുറച്ച് കഞ്ഞിയും പയറും ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇന്നലത്തെ ഇത്തിരി മന്തി ഇരിപ്പുണ്ട്. ചോറിനുള്ള കറികളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ പിള്ളേർക്ക് ചോറ് കൊടുക്കണമല്ലോ. ആലന് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ്. ചൂട് കഞ്ഞിയും പയറും പപ്പടവും ഒക്കെ ആയിട്ട്. പപ്പടം വറുത്തിട്ട് ആ എണ്ണയിൽ തന്നെ കടുകും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ച് കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് പൊടികളായിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒക്കെ ഇട്ട് മൂപ്പിച്ച് തുമ്മി തുടങ്ങുമ്പോൾ പയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി നേരം തുറന്നു വെച്ച് തിളപ്പിച്ചാൽ ഈ വെള്ളം അങ്ങ് വറ്റും. കുക്കറൊക്കെ കഴുകി പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ വാഷർ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ആവി സൈഡിൽ നിന്ന് പോകുന്നത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് നേരെ കുരിശടിയിലേക്ക് പോവാം. കുരിശുമൂട്ടിൽ വേളാങ്കണ്ണി കുരിശടിക്ക് അപ്പുറത്തായിട്ടുള്ളത് സെൻറ്റ് ആൻ്റണിയുടെ കുരിശടിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ കുരിശ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി മുഴുവൻ ഇത് ഇവിടെ വെച്ചേക്കും. ഇത് കൊണ്ടുവരുന്ന അപ്പുറത്തെ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മൾ ചായയും കേക്കും ഒക്കെ കൊടുത്തിരുന്നു. കേക്ക് തീർന്നു പോയി. കൊച്ചുവപ്പയും ഞാനും ഓരോ ചായ കുടിച്ചു. ലില്ലിയമ്മച്ചിക്ക് ഒരു ചായ എടുത്തു കൊടുത്തു. അമ്മച്ചി തുണി എടുക്കാനായിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എണീക്കണ്ട, ഞാൻ തന്നെ പിറക്കി എടുത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ആളവിടെ ഇരിപ്പായി. വൈറ്റസംഗിളും ബബിയാൻ്റെയും ഒക്കെ കൂടി നാളെ രാവിലെ ഈ കുരിശടിയിൽ നിന്ന് നിത്യസഹായ മാതാവിൻ്റെ കുരിശടിയിലേക്ക് കുരിശ് കൊണ്ടുപോകുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, സ്കൂൾ ടൈം അല്ലേ. നിലു ഇവിടെ ഉറക്കവുമായിരിക്കും. അമ്മ എത്തി രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്തു. ഹാലനുള്ള കഞ്ഞിയും എടുത്തു. ഞാൻ എൻ്റെ മന്തിയും ചൂടാക്കിയെടുത്തു. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ നിന്ന് തുള്ളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുരിശടിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. തിരക്കൊന്ന് ഒഴിയട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിരുന്നത്. ആലൻ അപ്പോഴേക്ക് രണ്ടുപേരെയും കൊണ്ടുപോയി കുളിപ്പിച്ച് അവർ മൂന്നുപേരും കിടക്കുകയും ചെയ്തു. പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഓർത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോരുന്നു. ഇവിടെ വന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.